അന്റാർട്ടിക്കയിലെ കൊടും തണുപ്പിൽ മഞ്ഞു പുതച്ചൊരു പള്ളി. അന്റാർട്ടിക്കയിലുള്ള ഓർത്തഡോക്സ് ദേവാലയമായ ഹോളി ട്രിനിറ്റി ചർച്ചിന് പ്രത്യേകതകൾ ഏറെയാണ്. അന്റാർട്ടിക്കയിലെ കിങ് ജോർജ് ദ്വീപിലുള്ള 8 ദേവാലയങ്ങളിൽ ഒന്നാണിത്. ഭൂമിയുടെ ഏറ്റവും തെക്കേയറ്റത്താണ് ഈ വെസ്റ്റേൺ ഓർത്തഡോക്സ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പരമ്പരാഗത റഷ്യൻ ശൈലിയിൽ മരം കൊണ്ട് നിർമ്മിച്ച ഈ ദേവാലയത്തിന് 15 മീറ്റർ ഉയരമുണ്ട്. ഒരേ സമയം 30 പേരെ വരെ ഈ ദേവാലയത്തിന് ഉൾക്കൊള്ളാൻ കഴിയും. KV ക്രോമോവിന്റെ നേതൃത്വത്തിലുള്ള മരപ്പണിക്കാരാണ് സൈബീരിയൻ പൈനിൽ ഈ ഘടന നിർമ്മിച്ചത്. 1990കളുടെ മധ്യത്തിൽ റഷ്യയിലാണ് ഈ പള്ളി നിർമ്മിച്ചത്. പിന്നീട് പൊളിച്ചുമാറ്റി അന്റാർട്ടിക്കയിലേക്ക് കൊണ്ടുപോയി. അവിടെ അത് വീണ്ടും കൂട്ടിച്ചേർത്തു. ദ്വീപിലെ ഗവേഷണ സമൂഹങ്ങൾക്ക് ആത്മീയ സേവനം നൽകുന്ന പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു പള്ളിയാണിത്. വർഷം മുഴുവനും 2 റഷ്യൻ പുരോഹിതന്മാർ ഇവിടെയുണ്ടാകും. അന്റാർട്ടിക്കയിൽ ഒരു സ്ഥിരം പള്ളിയോ ആശ്രമമോ സ്ഥാപിക്കുക എന്ന അഭിലാഷ പദ്ധതി ആദ്യമായി യാഥാർത്ഥ്യമായത് 1990കളിലാണ്. ടെമ്പിൾ ഫോർ അന്റാർട്ടിക്ക എന്ന പേരിൽ ഒരു ചാരിറ്റിക്ക് പാത്രിയാർക്കീസ് അലക്സിയസ് രണ്ടാമൻ അംഗീകാരം നൽകിയതിന്റെ ഫലമായാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. റഷ്യൻ ധ്രുവ ഗവേഷകർക്കു പുറമെ ചിലിയൻ, പോളിഷ്, കൊറിയൻ മറ്റ് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും വിനോദസഞ്ചാരികളും പലപ്പോഴും ഈ പള്ളി സന്ദർശിക്കാറുണ്ട്. ലാറ്റിൻ അമേരിക്കൻ സന്ദർശകരുടെ പ്രയോജനത്തിനായി ചില സേവനങ്ങൾ സ്പാനിഷിലാണ് നടത്തുന്നത്. ചില അവസരങ്ങളിൽ ഇവിടെ മാമോദീസകൾ നടത്താറുണ്ട്. 2007 ജനുവരി 29-നാണ് ഇവിടെ വെച്ച് ആദ്യമായി ഒരു വിവാഹം ആശീർവദിക്കപ്പെട്ടത്.